ഹലോ എവരി വൺ, വെൽക്കം ടു മൈ വീഡിയോ. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് യൂണിറ്റ് 4-ലെ ഫസ്റ്റ് ലെസനാണ്. സാത്ത് ചലേം. സാത്ത് ചലേം എന്ന് പറഞ്ഞാൽ, സാത്ത് എന്ന് പറഞ്ഞാൽ കൂടെ, ചലേം പോകാം അല്ലെങ്കിൽ നടക്കാം. ഇവിടെ ഒരുമിച്ച് പോകാം അല്ലെങ്കിൽ ഒരുമിച്ച് നടക്കാം എന്നൊക്കെ പറയാം. ഇതൊരു കഥയാണ്, കഹാനിയാണ്. ബ്രാക്കറ്റിൽ കാണാം ഛാത്രാനുകൂലിത്. ഛാത്രാനുകൂലിത് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് അനുകൂലമായി പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു കഥയാണ്. ഈ കഥയുടെ പേരാണ് സയാനി ബുവ. സയാനി എന്ന് പറഞ്ഞാൽ സമർത്ഥയായ, ബുവ അമ്മായി. അമ്മായി എന്ന് പറഞ്ഞാൽ ഇവിടെ അച്ഛൻ്റെ സിസ്റ്ററാണ്. എഴുതിയിരിക്കുന്നത് മന്നു ഭണ്ഡാരിയാണ്. മന്നു ഭണ്ഡാരി തൻ്റെ കുട്ടിക്കാലത്തുണ്ടായ അനുഭവങ്ങളാണ് ഈ കഥയിലൂടെ വ്യക്തമാക്കുന്നത്. സബ് പർ മാനോ ബുവാജി കാ വ്യക്തിത്വ ഹാവിഹെ. സബ് പർ മാനോ എല്ലാവരിലും തോന്നും, ബുവാജിയുടെ വ്യക്തിത്വത്തിൻ്റെ പ്രഭാവം. അതായത് വീട്ടിലെല്ലാവരിലും ബാധിച്ചിരുന്നത്. എല്ലാവരും ബുവാജിയുടെ അതേപോലെ ചിട്ടയോടുകൂടി തന്നെ ജീവിക്കാൻ തുടങ്ങിയിരുന്നു. സാരാക്കാം വഹമിത്തിനി വ്യവസ്ഥാസേ ഹോത്ത. എല്ലാ വർക്കുകളും വീട്ടിലെ വർക്കുകളും വളരെ ചിട്ടയോടുകൂടി ചെയ്തിരുന്നു. ജയ്സേ സബ് മെഷീനേ ഹോ. മെഷീനുകളൊക്കെ ചെയ്യുന്ന പോലെ. ആദ്യമായിട്ട് അവരെന്താ ചെയ്യുക? ടീക്ക് 5 ബജെ സബ് ലോഗ് ഉഡ് ജാത്തെ. എല്ലാവരും 5 മണിക്ക്, വീട്ടിലെല്ലാവരും 5 മണിക്ക് തന്നെ എഴുന്നേൽക്കും. ഫിർ ഏക്ക് ഘണ്ട ബാഹർ മൈതാൻ മേ ടഹൽന ഹോത്ത. അതിനുശേഷം 1 മണിക്കൂറോളം പുറത്ത് മൈതാനത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. ടഹൽന എന്ന് പറഞ്ഞാൽ ഉലാത്തുക. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് എൻജോയ് ചെയ്യും. ഉസ്കെ ബാദ് ചായ് ദൂത് ഹോത്ത. അതിനുശേഷം ചായയോ പാലോ ഒക്കെ കുടിക്കും. ഉസ്കെ ബാദ് അന്നുക്കോ പഠനേ കെ ലിയെ ബൈഠന ഹോത്ത. അതിനുശേഷം അന്നുവിനായിട്ട് പഠിക്കാനൊക്കെ ആയിട്ട് ഇരിക്കും. അന്നു ആരാണ്? ബുവാജിയുടെ മകളാണ്. 5 വയസ്സുള്ള കുട്ടിയാണ്. ബായ് സാഹബ് ബി തബ് അക്ബാർ ഔർ ഓഫീസ് കി ഫയലിം ദേക്കാ കർത്തെ. ബായ് സാഹബ് ബുവാജിയുടെ ഹസ്ബൻഡിനെയാണ് ബായ് സാഹബ് എന്ന് വിളിക്കാറ്. അദ്ദേഹം ആ സമയം ന്യൂസ് പേപ്പർ വായിക്കുകയും അതുപോലെ ഓഫീസിലെ ഫയലുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും. 9 ബജത്തെ ഹി നഹാന ശുരു ഹോത്ത. 9 മണിക്ക് എല്ലാവരും കുളിക്കൽ ആരംഭിക്കും. ജോ കപ്പടെ ബുവാജി നിഗാൽ ദേ വഹി പഹന്നെ ഹോത്തെ. ഏത് വസ്ത്രമാണോ ബുവാജി എടുത്തു കൊടുക്കുന്നത് അതാണ് എല്ലാവരും ധരിക്കാറ്. ഫിർ കായദേ സേ ആക്കർ മേസ് പർ ബൈഠ് ജാവോ ഔർ ഖാക്കർ കാം പർ ജാവോ. പിന്നെ എല്ലാവരും വളരെ കൃത്യനിഷ്ഠയോടെ മേശക്കരിയിൽ വന്നിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ജോലിക്ക് പോകും. ഇതാണ് അവിടെ പതിവായിട്ട് നടക്കാറുള്ളത്. കായദ എന്ന് പറഞ്ഞാൽ കൃത്യനിഷ്ഠ. അഖ്ബാർ ന്യൂസ് പേപ്പർ. നമുക്ക് സെക്കൻഡ് പാരഗ്രാഫ് നോക്കാം. സയാനി ബുവയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. സയാനി ബുവ കാ നാം വാസ്തവ് മേ ഹി സയാനി ത. സയാനി ബുവയുടെ യഥാർത്ഥത്തിലുള്ള പേര് സയാനി എന്നായിരുന്നു. യാ ഉൻകെ സയാനെപ്പൻ കോ ദേഖ് കർ ലോഗ് ഉനെ സയാനി കഹ്നെ ലഗേത്തെ. ചിലപ്പോൾ അവരുടെ സാമർത്ഥ്യം കണ്ടിട്ടായിരിക്കണം ജനങ്ങൾ സയാനി എന്ന് വിളിച്ചത്. സയാനെപ്പൻ എന്ന് പറഞ്ഞാൽ സാമർത്ഥ്യം, ക്ലവർനെസ്. സോ തോമേം ആജ് ബി നെഹിൻ ജാന്തി. അതൊന്നും എനിക്ക് ഇന്നും അറിയില്ല. ആർക്ക്? ലേഖികക്ക്, മന്നു ഭണ്ഡാരിക്ക് ഇതൊന്നും അറിയില്ല. എന്നാലും അവർ പറയാണ്. ബച്പൻ മേഹി വേ സമയ്ക്ക് ജിതനി പാബന്ദ് തി. ഈ സയാനി ബുവ കുട്ടിക്കാലത്ത് തന്നെ വളരെയധികം സമയത്തിലൊക്കെ വളരെയധികം സമയമൊക്കെ പാലിക്കുന്ന ഒരാളായിരുന്നു. വളരെ അച്ചടക്കമുള്ള. പാബന്ദ് എന്ന് പറഞ്ഞാൽ അച്ചടക്കമുള്ള. അപ്പന സാമാൻ സമ്പാൽക്കർ രഖ്നേമേം ജിതനി പടൂത്തി. തൻ്റെ സാധനങ്ങളൊക്കെ സംരക്ഷിച്ചു വെക്കുന്നതിൽ വളരെയധികം സമർത്ഥയായിരുന്നു. സാമാൻ എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ. സമ്പാൽക്കർ സംരക്ഷിച്ചിട്ട്. പടു എന്ന് പറഞ്ഞാൽ സമർത്ഥ. അവർ വ്യവസ്ഥാക്കി ജിതനി കായൽത്തി. എല്ലാ കാര്യങ്ങളും ചിട്ടയോടുകൂടി ചെയ്യുന്നതിൽ വളരെയധികം ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. കായൽ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുന്ന. ഉസേ ദേഖ് കർ ചകിത് ഹോ ജാന പടുത്താത്ത. ഇത് കണ്ടിട്ട് വീട്ടിലുള്ള എല്ലാവരും വളരെയധികം അത്ഭുതപ്പെട്ടു പോകുമായിരുന്നു. ഇത്രയും ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാരണം എല്ലാവർക്കും വളരെയധികം അത്ഭുതം തോന്നാറുണ്ടായിരുന്നു. ഇനി കുട്ടിക്കാലത്തെ മറ്റൊരു അനുഭവമാണ് പറയുന്നത്. കഹ്തെഹെ പറയുന്നത്. ജോ പെൻസിൽ വേ ഏക്ക് ബാർ ഖരീദ് തി. ഒരു പ്രാവശ്യം ഒരു പെൻസിൽ വാങ്ങിച്ചിരുന്നു. വഹ് ജബ് തക് ഇത്തനി ചോട്ടീൻ ഹോ ജാത്തി. വളരെ ചെറിയ പെൻസിലാകുന്നത് വരെ അത് ഉപയോഗിച്ചിരുന്നു. ഉനിക്ക് പക്കടുമേം പിന്നായേ. അത് പിടിക്കാൻ പോലും കഴിയില്ല. തബ് തക് ഉസസെ കാം ലേത്തി തി. അതുവരെ അത് ഉപയോഗപ്പെടുത്തി. പിടിക്കാൻ പറ്റാത്ത അവസ്ഥയിലാകുന്നത് വരെ ആ പെൻസിൽ ഉപയോഗപ്പെടുത്തി. ഒരു പെൻസിൽ വാങ്ങിയാൽ അത് പിടിക്കാൻ പറ്റാത്ത അവസ്ഥയിലായാൽ മാത്രമേ ഉപേക്ഷിക്കുമായിരുന്നുള്ളൂ. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്. ജോ റബ്ബഡ് ഉനോനെ ചൗദി കക്ഷാമേ ഖരീദി തി. ഒരു റബ്ബർ എന്ന് പറഞ്ഞാൽ റബ്ബർ. ഉനോനെ
അവർക്ക് ചൗദി കക്ഷാമേം കരീതീത്തി. ചൗദി എന്ന് പറഞ്ഞാൽ 4ാം ക്ലാസ്, ക്ലാസ്. അപ്പോൾ 4ാം ക്ലാസ്സിൽ നിന്നൊരു റബ്ബർ വാങ്ങിച്ചിരുന്നു. ഉസേ 9വീം കക്ഷാമേം ആക്കർ സമാപ്ത് കിയ. അത് 9ാം ക്ലാസ്സിലെത്തിയപ്പോഴാണ് അവസാനിച്ചത്. അപ്പോൾ അത്രയും കാലങ്ങൾ ഒരു റബ്ബർ തന്നെ നശിപ്പിക്കാതെ ഉപയോഗിച്ചു. മനസ്സിലായില്ലേ? ഉൻകി ഏക്ക് ബാത് പിതാജി ഹം ലോഗോं के सामने ഉദാഹരണ के रूप में रखते थे. അവരുടെ ഓരോരോ കാര്യങ്ങൾ അച്ഛന് ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഉദാഹരണ രൂപത്തിൽ വ്യക്തമാക്കുമായിരുന്നു, പറയുമായിരുന്നു. ജിസെ സുൻകർ ഹം സബി ഖൈർ മനായ കർത്തേ थे. ഇത് കേട്ടിട്ട് ഞങ്ങളെല്ലാവരും ആഗ്രഹിച്ചിരുന്നു. ഖൈർ എന്ന് വെച്ചാൽ നന്മ. കി വേ സസുരാൽ മേ ഹി രഹാ കരെ. അവർ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ നിൽക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. വർണ്ണ ഹം ജയ്സെ അസ്തവ്യസ്ത്. അല്ലാത്ത പക്ഷം ഞങ്ങളുടെ കൂടെ നിന്നാൽ എന്താണ്? അസ്തവ്യസ്ത്, ക്രമരഹിതമായ ഔർ അവ്യവസ്ഥിത്, ചിട്ടയില്ലാത്ത ജനോംകാ തോ ജീനാഹി ഹറാം ഹോ ജായക. ജനങ്ങളുടെ കൂടെ ജീവിക്കുന്നത്, ജീന എന്ന് പറഞ്ഞാൽ ജീവിക്കുന്നത്, ഹറാം ഹോ ജായക. ഹറാം എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാക്കും. അതായത് ഒരു ചിട്ടയും ക്രമരഹിതമായൊക്കെ ഓർഡറൊന്നുമില്ലാതെ ജീവിക്കുന്ന ഞങ്ങളുടെ കൂടെയൊക്കെ കഴിയുന്നത് ആർക്ക്? സയാനി ബോയ്ക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് അവർ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ തന്നെ നിൽക്കട്ടെ എന്ന് എല്ലാവരും ആഗ്രഹിച്ചിരുന്നു. ഐസി ഹി സയാനി ബുവാ കെ പാസ് ജാക്കർ പഠനെ കാ പ്രസ്താവ് ജബ് മേരെ സാമനെ രഖാ ഗയാ തോ. അപ്പോൾ വളരെ അടുക്കും ചിട്ടയൊക്കെയുള്ള ഈ സയാനി ബുവയുടെ വീട്ടിൽ ചെന്ന് നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ പറഞ്ഞപ്പോൾ മേനെ സാഫ് ഇൻകാർ കർ ദിയ. ഞാൻ അപ്പോൾ തന്നെ എന്ത് ചെയ്തു? നിരസിച്ചു. ഇൻകാർ കർണ എന്ന് പറഞ്ഞാൽ റെഫ്യൂസ് ചെയ്തു, നിരസിച്ചു. പർ പിതാജി മേരി പഠായിക്കെ വിഷയമേ ഇതനെ സതർക്കത്തെ. എൻ്റെ അച്ഛന് പഠനത്തിൻ്റെ വിഷയത്തിൽ വളരെയധികം ജാഗ്രതയുള്ള ആളായിരുന്നു. സതർക്ക് എന്ന് പറഞ്ഞാൽ ജാഗ്രത. ഉനോനെ സമച്ചാക്കർ. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം മനസ്സിലാക്കിപ്പിച്ചു. ഡാണ്ട്കർ വഴക്ക് പറഞ്ഞു. അവർ പ്യാർ ദുലാർസെ നല്ല, എന്നിട്ടൊന്നും കുട്ടി അനുസരിക്കാതിരുന്നപ്പോൾ കുട്ടീനെ നല്ല സ്നേഹത്തോടെ വാത്സല്യത്തോടെയൊക്കെ പറഞ്ഞു. മുജെ രാസി കർദിയ. അവസാനം കുട്ടി എന്ത് ചെയ്തു? കുട്ടിയെ കൊണ്ട് സമ്മതിപ്പിച്ചു അച്ഛന്. രാസീകരണം എന്ന് പറഞ്ഞാൽ സമ്മതിപ്പിക്കുക. അങ്ങനെ ലേഖിക ബുവാജിയുടെ വീട്ടിലെത്തുന്നു. ഇസ്മേ സന്ദേഹ് നഹിക്കി ബുവാജീനെ ബഡാ സ്വാഗത് കിയ. സന്ദേഹം എന്ന് പറഞ്ഞാൽ സംശയം. ഇവിടെ ഒരു സംശയമില്ല. ബുവാജി വളരെ നന്നായിട്ട് സ്നേഹത്തോടെ തന്നെ ആ കുട്ടിയെ സ്വാഗതം ചെയ്തു. പർ ഉൻകാ ജോ രൗദ്രരൂപ് മൻ പർ ഛായാ ഹുവാത്ത. പക്ഷേ കുട്ടിയുടെ മനസ്സിൽ രൗദ്രരൂപമായിരുന്നു ബുവാജിയെക്കുറിച്ചുണ്ടായിരുന്നത്. രൗദ്രരൂപം എന്ന് പറഞ്ഞാൽ പേടിപ്പെടുത്തുന്ന. അപ്പോൾ കുട്ടിയുടെ മനസ്സിൽ അത് മായാതെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ബുവാജി നല്ല സ്നേഹത്തിൽ പെരുമാറിയിട്ടും കുട്ടിയുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് അതൊക്കെയാണ്. കാരണം അച്ഛന് പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. ഉസ്മേ ഉൻകാ വഹ് പ്യാർ കഹാം തിരോഹിത് ഹോഗയാ. ഉസ്മേ ഉൻകാ വഹ് പ്യാർ. അവളുടെ ആ സ്നേഹമൊക്കെ എവിടെയോ അപ്രത്യക്ഷമായിരിക്കുന്നു. തിരോഹിത് എന്ന് പറഞ്ഞാൽ അപ്രത്യക്ഷമാവുക. മേ ജാൻ ഹി നപ്പായി. എനിക്ക് മനസ്സിലാവുന്നില്ല. അവൾക്ക് മനസ്സിലായില്ല. ഈ മനസ്സിലേക്ക് ടെൻഷനും പേടിയൊക്കെ തന്നെയാണ് വരുന്നത്. ഹം ബുവാജി കെ പതി ജിനേം ഹം ബായ് സാഹബ് കഹത്തെ തെ. ബുവാജിയുടെ ഹസ്ബൻഡിനെ ഞങ്ങളെല്ലാവരും വിളിച്ചിരുന്നത് ബായ് സാഹബ് എന്നായിരുന്നു. ബഹുത് ഹി അച്ഛേ സ്വഭാവ് കെ വ്യക്തിത്തെ. എങ്ങനെയുള്ള ആളായിരുന്നു അദ്ദേഹം? വളരെ നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം. അവർ സബ്സെ അച്ഛാ കോയി ഗർമേ ലഗാത്തോ ഉൻകി 5 വർഷയ്ക്ക് പുത്രി അന്നു. പക്ഷേ ബുവാജിയുണ്ട്, ബുവാജിയുടെ അച്ഛനുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം ആരായിരുന്നു? 5 വയസ്സുള്ള പുത്രിയായ അന്നുവിനെയായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം. മുജെ സബ്സെ അധിക തറസ് ആത്താത്ത അന്നു പർ. എനിക്ക് വളരെയധികം ദയ തോന്നിയിരുന്നു. ആരോട്? അന്നുവിനോട്. അന്നു ആരാണ്? അന്നു 5 വയസ്സുള്ള കുട്ടി. വഹ് ഈസ് നന്നേസി ഉമ്രമേ ഹി പ്രൗഡ് ഹോ ഗയി തി. അവൾ ഈ ചെറിയ പ്രായത്തിൽ തന്നെ വളരെയധികം പക്വത നേടിക്കഴിഞ്ഞിരുന്നു. നന്നീസി ഉമ്ര എന്ന് പറഞ്ഞാൽ ചെറിയ പ്രായം, പ്രൗഡ് എന്ന് പറഞ്ഞാൽ പക്വത. അന്നു ഈ ചെറു പ്രായത്തിൽ തന്നെ പക്വത നേടിക്കഴിഞ്ഞു എന്ന് പറയുന്നുണ്ടല്ലോ. എന്തുകൊണ്ടായിരിക്കും അവൾ അങ്ങനെ പക്വത നേടിക്കഴിഞ്ഞത്? അന്നു ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും അമ്മായിയുടെ ശ്രദ്ധയുണ്ടായിരുന്നു. ഒരു തരം യാന്ത്രികമായിട്ടുള്ള ജീവിതമാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിൻ്റെ പ്രഭാവം അന്നുവിലും പ്രകടമായിരുന്നു. അതുകൊണ്ട് ചെറുപ്രായത്തിൽ തന്നെ അവളിൽ പക്വത പ്രകടമായിരുന്നു. ഇന്ന ബച്ചോം കാസ ഉല്ലാസ്. കുട്ടികളുടേതുപോലെയുള്ള ഉല്ലാസങ്ങളില്ല. ഇന്ന കോയ് ചഹ് ചഹാഹട്ട്. കുട്ടികളുടെ കോലാഹലങ്ങൾ, കളി, ചിരികൾ ഒന്നുമില്ല. ചഹ് ചഹാഹട്ട് എന്ന് പറഞ്ഞാൽ കിളി ചിലക്കുന്ന സൗണ്ടിനെയൊക്കെയാണ് അങ്ങനെ പറയുക. ഇത്
ഇവിടെ കോലാഹലങ്ങൾ എന്നൊക്കെ പറയാം. ഏക് അജ്ഞാത ബൈസെ വഹ് ഗിരി രഹിത്തി, ഒരു പേടി അവളെ, അജ്ഞാതമായിട്ടുള്ള ഒരു പേടി അവളിൽ വലയം ചെയ്തിരുന്നു. ഗിരിരഹന എന്നാണ് വലയം ചെയ്യുക. ഇവിടെ പിടികൂടിയിരുന്നു അവൾക്ക്. അവളുടെ മുഖത്ത് നോക്കിയാലറിയാം ഒരു പേടിച്ച പോലെയുള്ള ഒരു മുഖമായിരുന്നു. ഗർക്കെ ഉസ് വാതാവരണമേ മേരി ബി സാരി ഹസി ഖുഷി മാരി ഗയി, വീട്ടിലെ ഈ അന്തരീക്ഷത്തിൽ എൻ്റെ എല്ലാ സന്തോഷങ്ങളും ചിരികളുമൊക്കെ ഇല്ലാതായി. മാരിഗയി എന്ന് പറഞ്ഞാൽ ഇല്ലാതായി, വാതാവരണം എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയർ. യോ ബുവാജിക്ക് ഗൃഹസ്ഥി ജമ്മെ 15 വർഷ ബീത്ത് ചുകേത്തെ, ബുവാജിയുടെ കുടുംബജീവിതം ആരംഭിച്ചിട്ട് ഏകദേശം 15 വർഷം കഴിഞ്ഞിരുന്നു. പർ ഉൻകെ ഗർക്ക സാര സാമാൻ ദേക്കർ ലഗുത്താത്ത, പക്ഷേ വീട്ടിലെ സാധനങ്ങളെല്ലാം കണ്ടാൽ തോന്നും മാനോ സബ് കുച്ച് അബി കൽ ഹി ഖരീദേത്തെ, വീട്ടിലെ സാധനങ്ങളൊക്കെ കണ്ടാൽ തോന്നും ഇന്നലെ വാങ്ങിച്ചതാണെന്ന്. അപ്പോൾ അത്രയ്ക്കും പുതിയതുപോലെ ഇരിക്കുന്നുണ്ടായിരുന്നു എല്ലാ സാധനങ്ങളും. ഈ എഴുത്തുകാരി സ്വന്തം വീട്ടിലാവുമ്പോൾ വളരെ കളിയും ചിരിയും ഹാപ്പിയിലൊക്കെ ആയിരുന്നു ജീവിച്ചിരുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ എല്ലാം മാറി, സന്തോഷങ്ങളൊക്കെ ഇല്ലാണ്ടായി. വേ സാരെ ബർത്തൻ സ്വയം ഗഡി ഹോക്കർ സാഫ് കർവാത്തി തി, അപ്പോൾ ബുവാജി ഓരോ കാര്യങ്ങളും വളരെ അടുക്കും ചിട്ടയും കൂടെ ചെയ്യിക്കുന്ന ആളായിരുന്നല്ലോ. അതുപോലെ തന്നെ പാത്രങ്ങളെല്ലാം ഒരു ആളെക്കൊണ്ടായിരിക്കാം സ്വയം ഗഡി ഹോക്കർ, സ്വയം നിന്നുകൊണ്ട് സാഫ് കർവാത്തി, വൃത്തിയാക്കിപ്പിക്കുമായിരുന്നു. ചിലപ്പോൾ വേലക്കാരനായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്. ഏക്ക് ബാർ ഏക്ക് നൗക്കറിനെ സുരാഹി തോട് ദീത്തി, ഒരു പ്രാവശ്യം ഒരു വേലക്കാരൻ കൂജ പൊട്ടിച്ചിരുന്നു. സുരാഹി എന്ന് പറഞ്ഞാൽ കൂജ, തോട് ദീത്തി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഉസ് ചോട്ടെ സെ ചോക്കരേക്കോ ഉനോനെ ഇസ് കസൂർ പർ ബഹുത്ത് പീഠാത്ത, ഉസ് ചോട്ടെ സെ ചോക്കരേക്കോ, ഈ ചെറിയ ആൺകുട്ടിയെ, ഉനോനെ അവർ, ഇസ് കസൂർ പർ ബഹുത്ത് പീഠാത്ത, ഈ ഒരു കുറ്റത്തിന് വളരെയധികം അടിക്കുകയുണ്ടായി. കസൂർ എന്ന് പറഞ്ഞാൽ അപരാധം, പീട്ട എന്ന് പറഞ്ഞാൽ അടിക്കുക, ചോക്കര എന്ന് പറഞ്ഞാൽ ആൺകുട്ടി. തോട് ഫോഡ് സേ തോ ഉനേം സംഘത്ത് നഫ്രത്തെത്തി, അതായത് നശിപ്പിക്കുക, തോട് ഫോഡ് എന്ന് പറഞ്ഞാൽ പൊട്ടിക്കുക, നശിപ്പിക്കുക, അതിനൊക്കെ അവർ വളരെ തികച്ചും നഫ്രത്തെത്തി, വെറുപ്പായിരുന്നു അവർക്ക്. സഖത്ത് എന്ന് പറഞ്ഞാൽ തികച്ചും, നഫ്രത്ത് എന്ന് പറഞ്ഞാൽ വെറുപ്പ്. അപ്പോൾ ഒരു കുട്ടി അവിടെ പണിയെടുത്തിരുന്നൊരു കുട്ടിയായിരുന്നു, ചെറിയ പയ്യനായിരുന്നു. അവന് ഒരു കൂജ പൊട്ടിച്ചപ്പോൾ അവനെ അടിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലും നശിക്കുകയോ പാത്രങ്ങൾ എന്തെങ്കിലും പൊട്ടുകയോ നശിക്കുകയോ ചെയ്താൽ വളരെയധികം വെറുപ്പായിരുന്നു അവർക്ക്. നെക്സ്റ്റ് പേര നോക്കാം. ബുവാജിക്ക് അത്യധിക സതർക്കത, ബുവാജിയുടെ വളരെയധികം സതർക്കത എന്ന് പറഞ്ഞാൽ ജാഗ്രത അല്ലെങ്കിൽ സൂക്ഷ്മത ഉണ്ടായിട്ട് കൂടി. കാനെ പീനേക്കെ ഇത്തനെ കൺട്രോൾ കെ ബാവജൂദ്, തിന്നാനും കുടിക്കണതൊക്കെ വളരെയധികം കൺട്രോൾ നിയന്ത്രണം ഉണ്ടായിട്ട് കൂടി. അന്നുക്കോ ബുക്കാർ ആനലക, അന്നുവിന് പനി വന്നു. വളരെയധികം ശ്രദ്ധയുണ്ടായിരുന്നു കുട്ടിയുടെ കാര്യത്തിൽ, എന്നിട്ട് പോലും അന്നുവിന് പനി വന്നു. സബ് പ്രകാർക്കെ ഉപചാർ കർണേ കരാനേമേം പൂരാ മഹീന പീത്തുകയ, അങ്ങനെ പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്യിപ്പിച്ചു. അങ്ങനെ ഒരു മാസം കടന്നുപോയി. ഉപചാരം എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ്, ശുശ്രൂഷ എന്ന് പറയും. ഉസ്ക ബുക്കാർ ന ഉത്തര, എന്നിട്ടും അവളുടെ പനി മാറിയില്ല. ഉത്തര എന്ന് പറഞ്ഞാൽ ഇറങ്ങിയില്ല, പക്ഷേ ഇവിടെ പനി മാറിയില്ല എന്ന് അർത്ഥം. അതിൻ്റെ ഓപ്പോസിറ്റാണ്, ഉദർന എന്നതിൻ്റെ ഓപ്പോസിറ്റാണ് ചഡ്ന. ഉസെ ദേഖ് കർ മുझे लगता कि उसके शरीर में जोर के कीടാണു नहीं, ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്താണ്, അവളുടെ ശരീരത്തിൽ പനിയുടെ രോഗാണുക്കളല്ല. ബുവാജിക്ക് ബൈക്കെ കീടാണു ദൗഡ് രഹേ, ബുവാജിയോടുള്ള പേടിയുടെ രോഗാണുക്കളാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതായത് അവളുടെ ശരീരത്തിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത് പനി വന്നത് തന്നെ അവളെ പേടിച്ചിട്ടാണ് എന്നാണ് പറയുന്നത്. ആരെ പേടിച്ചിട്ട്? ബുവാജിയെ പേടിച്ചിട്ടായിരിക്കണം കുട്ടിക്ക് പനി വന്നത് എന്നാണ് ലേഖിക പറയുന്നത്. ജോ ഉസെ ഗ്രസ്തേ ജാ രഹേ, അത് അവളെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നു. ഏത്? ഭയം എന്നാണ് പറയുന്നത്. ആഖിർ ഡോക്ടറോനെ റായ് ദീക്കി ബച്ചി കോ പഹാഡ് പർ ലേ ജായാ ജായേ ഔർ ജിത്തന അധിക പ്രസന്ന രഗാ ജാ സകേ രഗാ ജായേ, അവസാനം ഡോക്ടർമാർ എന്തു പറഞ്ഞു? കുട്ടിയെ പർവ്വത പ്രദേശത്ത് കൊണ്ടുപോകാൻ പറഞ്ഞു. കാരണം എത്രയധികം സന്തോഷിപ്പിക്കാൻ കുട്ടിക്ക് സാധിക്കുമോ അത്രയും സന്തോഷം നൽകാനും ഡോക്ടർമാർ നിർദ്ദേശിച്ചു. ഒരു പക്ഷേ അവിടെ ടൂറിസ്റ്റ് ഹോമൊക്കെ ഉണ്ടായിരിക്കും, അവിടെ നിന്നിട്ടായിരിക്കും പർവ്വത പ്രദേശത്ത് നല്ല അന്തരീക്ഷത്തിൽ കുട്ടിക്ക് ജീവിക്കാനും അങ്ങനെ കളിയും ചിരിയും ഒക്കെ ആയിട്ടാണ് കുട്ടിയുടെ അസുഖം മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ എന്ന് ഡോക്ടർക്ക് മനസ്സിലായത് കൊണ്ടായിരിക്കണം. കാരണം ഭായ് സാഹബ് എല്ലാ കാര്യങ്ങളും
അമ്മയുടെ എല്ലാ കാര്യങ്ങളും ഭായ് സാഹബ് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരിക്കണം ഡോക്ടറോട്. അതുകൊണ്ടായിരിക്കണം ഡോക്ടർ അങ്ങനെ നിർദ്ദേശിച്ചത്. ഭായ് സാഹബ് കെ സാമനെ ഏക്ക് വികട് സമസ്യ തീ. ഭായ് സാഹബിൻ്റെ മുമ്പിൽ ഇതൊരു സങ്കീർണമായ പ്രശ്നമായിരുന്നു. വികട് എന്ന് പറഞ്ഞാൽ സങ്കീർണമായ, സമസ്യ എന്ന് പറഞ്ഞാൽ പ്രശ്നം. കാരണം എന്താണ്? ബുവാജി കെ രഹത്തെ യേ സംഭവ് നഹീ താ. ബുവാജി ഉള്ളിടത്തോളം കാലം ഇത് സാധ്യമല്ല. സംഭവം എന്ന് പറഞ്ഞാൽ സാധ്യം. ക്യോങ്കി അൻജാനെ ഹി ഉൻകി ഇച്ഛാ കെ സാമനെ. അറിയാതെ തന്നെ അവരുടെ ആഗ്രഹത്തിന് മുന്നിൽ കിസി ഔർ കി ഇച്ഛ ചൽ നഹീ സക്തി തി. മറ്റുള്ളവരുടെ ആഗ്രഹമൊന്നും നടപ്പിലാക്കാൻ കഴിയില്ല. അവരുടെ ആഗ്രഹത്തിനായിരുന്നു കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത്. ആരുടെ? ബുവാജിയുടെ ആഗ്രഹത്തിനായിരുന്നു കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത്. ഭായ് സാഹബിനെ ഷായദ് സാരി ബാത്ത് ഡോക്ടർ കെ സാമനെ രഖ് ദി. ഭായ് സാഹബ് ഷായദ് ഒരു പക്ഷേ സാരി ബാത്ത് എല്ലാ കാര്യങ്ങളും ഡോക്ടർ കെ സാമനെ രഖ് ദി. ഡോക്ടറുടെ മുന്നിൽ വെച്ചു. അതായത് ഡോക്ടറോട് എല്ലാ കാര്യങ്ങളും, കുട്ടിയുടെ അവസ്ഥകൾ മുഴുവൻ ഡോക്ടറോട് ഭായ് സാഹബ് തുറന്നു പറഞ്ഞു. തബി ഡോക്ടറിനെ കഹാക്കി. അപ്പോൾ ഡോക്ടർ എന്ന് പറഞ്ഞു, മാം കാ സാത്ത് രഹിന ടീക്ക് നഹീം ഹോഗ. അമ്മയുടെ കൂടെ ജീവിക്കുന്നത് ശരിയല്ല. ബുവാജിനെ സുനാത്തോ ബഹുത്ത് ആനാക്കാനാക്കി. ബുവാജി ഇത് കേട്ടപ്പോൾ കേട്ടില്ലെന്ന് നടിച്ചു. ആനാക്കാന എന്ന് പറഞ്ഞാൽ, ആനാക്കാനി എന്ന് പറഞ്ഞാൽ കേട്ടില്ലെന്ന് നടിക്കുക. പർ ഡോക്ടർ കി റായ് കെ വിരുദ്ധ ജാനേക്ക സാഹസ് വേ കർ നഹീം സകി. ഡോക്ടറുടെ നിർദ്ദേശത്തിന് വിരുദ്ധമായിട്ട് ചെയ്യാനുള്ള ധൈര്യമൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. ആർക്ക്? ബുവാജിക്ക്. അതുകൊണ്ട് ബുവാജി എന്ത് പറഞ്ഞു? അവർക്ക് പോകാനുള്ള അനുവാദം നൽകി. അങ്ങനെ ഭായ് സാഹബും അന്നുവും പർവ്വത പ്രദേശത്തേക്ക് പോകാൻ വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. പർവ്വത പ്രദേശത്ത് അവർക്ക് താമസിക്കാനായിട്ട് ടൂറിസ്റ്റ് ഹോമൊക്കെ ഉണ്ടായിരിക്കും. അതൊന്നും ഇവിടെ പറയുന്നില്ല. അവർക്ക് കളിക്കാനുള്ള പ്ലേ ഗ്രൗണ്ടും ഒക്കെ ഉണ്ടായിരിക്കും. ജോർ ഷോർ സെ അന്നു കെ പഹാഡ് ജാനേക്ക് തയ്യാറി ശുരു ഹുയി. വളരെ വേഗത്തിൽ തന്നെ അന്നുവിനെ പർവ്വത പ്രദേശത്തേക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. പഹലെ ദോനോ കെ കപ്പടോ കി ലിസ്റ്റ് ബനി. ഫസ്റ്റ് തന്നെ രണ്ടുപേരുടെയും ഡ്രസ്സുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി. ഫിർ ജൂത്തോ കി, പിന്നെ ചെരുപ്പുകളുടെ, മോസോ കി, സോക്സുകളുടെ, ഗരം കപ്പടോ കി, കമ്പിളി വസ്ത്രങ്ങളുടെ. ചൂടുള്ള വസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ തണുപ്പ് ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കമ്പിളി വസ്ത്രങ്ങളായിരിക്കും. ഓടിനെ ബിച്ചാനെ, ഓടിനെ എന്ന് പറഞ്ഞാൽ പുതയ്ക്കാനുള്ളത്, ബിച്ചാനെ എന്ന് പറഞ്ഞാൽ വിരിക്കാനുള്ള, കെ സാമാൻ കി, സാധനങ്ങൾ, വിരിക്കാനും പുതക്കാനുമുള്ള സാധനങ്ങൾ, ബർത്തനിക്ക്, പാത്രങ്ങൾ, ഇതെല്ലാം കൊണ്ടുപോകാനുള്ള ഒരു ലിസ്റ്റ് ആദ്യം തയ്യാറാക്കി. ഹർ ചീസ് രഖ്തേ സമയ് വേ ഭായ് സാഹബ് കോ സഖ്ത് ഹിദായത്ത് കർ ദേത്തി ഥി. ഓരോ സാധനങ്ങളും ഒക്കെ പെട്ടിയിലോ ബാഗിലൊക്കെ എടുത്തു വെക്കുന്ന സമയത്ത് ഭായ് സാഹബിനോട് കർശനമായ നിർദ്ദേശം നൽകി. സഖ്ത് ഹിദായത്ത് എന്ന് പറഞ്ഞാൽ കർശന നിർദ്ദേശം. കി ഏക് ബി ചീസ് കോനി നെഹി ചാഹിയെ. ഒരു സാധനങ്ങളും നഷ്ടപ്പെടുത്താൻ പാടില്ല. കോനി എന്ന് പറഞ്ഞാൽ നഷ്ടം. ദേക്കോ യേ ഫ്രോക്ക് മത്ത് കോദേന. ഒരിക്കലും ഈ ഉടുപ്പ് നശിപ്പിക്കരുത്. 7 രൂപയെ മേനെ ഇസ്കി സിലായി ദിഹെ. 7 രൂപയാണ് ഇതിന് തയ്യൽ കൂലി ആയത്. സിലായി എന്ന് പറഞ്ഞാൽ തയ്യൽ കൂലി. ഇത് കുറച്ച് പഴയ കഥയാണ്. അന്ന് തയ്യൽ കൂലിയൊക്കെ വളരെ കുറവായിരുന്നു. യഹ് പ്യാലെ മത്ത് തോടുതേന. ഈ കപ്പ് ഒരിക്കലും പൊട്ടിക്കരുത്. വർണ്ണ 50 രൂപയേക്കാ സെറ്റ് ബിഗഡ് ജായക. 50 രൂപയുടെ സെറ്റ് എന്ത് പറ്റും? ഉപയോഗശൂന്യമാകും. പൊട്ടിക്കുകയാണെങ്കിൽ ആ 50 രൂപയുടെ സെറ്റ് പിന്നെ വെറുതെ ആകും, ഒരു കാര്യം ഉണ്ടാവില്ല. പ്രത്യേക വസ്തുക്ക് ഹിദായത്ത് കെ ബാദ് അന്നുപ്പറായി. ഓരോ വസ്തുക്കളെക്കുറിച്ചുള്ള നിർദ്ദേശത്തിന് ശേഷം അവർ അന്നുവിനോടായിട്ട് പറഞ്ഞു. വഹ് കിസ് ദിൻ കിസ് സമയ് ക്യാ ഗായകി. അവർ ഏത് ദിവസം ഏത് സമയത്ത് എന്ത് കഴിക്കണം, കബ് കിത്തന ഘൂമേഗി, എത്ര നടക്കണം, സബ് കുച്ച് നിശ്ചിത് കർദിയ എന്നിവയൊക്കെ നിശ്ചയിക്കപ്പെട്ടു. ബുവാജി എല്ലാ കാര്യങ്ങളും ആദ്യം ഭായ് സാഹബിനോട് ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകി. അതിനുശേഷം അന്നുവിനോട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള നിർദ്ദേശം നൽകി. ആക്കിർ വഹ് ക്ഷൺ ബി ആ പഹുഞ്ച. അവസാനം ആ സമയമെത്തി. ജബ് ഭായ് സാഹബ് ഏക്ക് നൗക്കർ और അന്നു കോ ലേക്കർ ചലെ ഗയേ. ഭായ് സാഹബും നൗക്കർ എന്ന് പറഞ്ഞാൽ വേലക്കാരനും അന്നുവും കൂടി പോകാനുള്ള സമയം എത്തിച്ചേർന്നു. ബുവാജിനെ അന്നു കോ ഖൂബ് പ്യാർ കിയ. ബുവാജി അന്നുവിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു. രോയ് ബി, കരയുകയും ചെയ്തു. അവൾ പോകാൻ റെഡിയായി നിന്നപ്പോൾ കരയുകയും ചെയ്തു. ഉൻകാ രോന മേരെ ലിയെ നയി ബാത്ത് തി. അവരുടെ കരച്ചിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കാര്യമായിരുന്നു.
उस दिन पहली बार लगा कि उनकी भयंकर कठोरता में कहीं കോമളത भी छिपी है. ആ ദിവസം എനിക്ക് ആദ്യമായിട്ട് തോന്നി. ആർക്ക്? ലേഖികക്ക്. ഭയങ്കർ കഠോരതാമേ, ഭയങ്കരമായിട്ടുള്ള കാഠിന്യമുള്ള ഹൃദയത്തിൽ കഹി കോമളത ബി ചിപ്പിയെ, എവിടെയോ സോഫ്റ്റ്. കോമളത എന്ന് പറഞ്ഞാൽ മൃദുത്വം, വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു സാധനം ഒളിച്ചിരിപ്പുണ്ട് എന്ന് ആർക്ക് മനസ്സിലായി? എഴുത്തുകാരിക്ക് മനസ്സിലായി. ചിപ്പി എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞിരിക്കുക. അതായത് ബുവാജിക്ക് രണ്ടുമുണ്ട്. ദേഷ്യമുണ്ട്, എന്നാൽ നല്ല സ്വഭാവമുണ്ട്, നല്ല സ്നേഹമുണ്ട്, കുട്ടീനോട് ഭയങ്കര ഇഷ്ടമുണ്ട്. ബായി സാഹബ് കാ പത്ര റോസ് ആത്താത്ത, ബായി സാഹബിൻ്റെ ലെറ്റർ ഇങ്ങനെ എന്നും വന്നുകൊണ്ടിരുന്നു. ജിസ്മേ അന്നു കി തബിയത്ത് കെ സമാചാർ രഹ്തേ തെ, അതിൽ അന്നുവിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ കൊടുത്തിരുന്നു. തബിയത്ത് എന്ന് പറഞ്ഞാൽ ആരോഗ്യം, സമാചാർ എന്ന് പറഞ്ഞാൽ വിവരങ്ങൾ. ബുവാജി ബി റോസ് ഏക്ക് പത്ര ലിഖ്തി, ബുവാജിയും എന്നും ഓരോ ലെറ്റർ അയച്ചുകൊണ്ടിരുന്നു. ജിസ്മിം അപ്പനി ഉൻ മൗഖിക ഹിദായത്തും കോ ലിഖിത് രൂപ് സെ ദോഹര ദിയ കർത്തി തി, എന്നും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പിന്നെ ആവർത്തിച്ചിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ആര്? ബുവാജി. വീട്ടിലാകുമ്പോൾ കുറേ കാര്യങ്ങൾ ഡെയിലി പറഞ്ഞു കൊടുക്കുന്നതൊക്കെ എഴുത്തിലൂടെ ഇങ്ങനെ അറിയിച്ചുകൊണ്ടിരുന്നു. മൗഖിക ഹിദായത്വം എന്ന് പറഞ്ഞാൽ പറയുന്ന ഉപദേശങ്ങൾ, ദോഹര എന്ന് പറഞ്ഞാൽ ആവർത്തിക്കുക. കരീബ് ഏക് മഹീനെ കെ ബാദ് ഏക് ദിൻ ബായ് സാഹബ് കാ പത്ര നെഹിമായ, ഏകദേശം ഒരു മാസത്തിന് ശേഷം ഒരു ദിവസം ബായ് സാഹബിൻ്റെ എഴുത്ത് വന്നില്ല. ദൂസരെ ദിൻ ബി നെഹിമായ, രണ്ടാമത്തെ ദിവസവും വന്നില്ല. ബുവാജി ബഡി ചിന്തിത് ഹോ ഉടി, ബുവാജി വളരെയധികം ദുഃഖിതയായി. ചിന്തിത് എന്ന് പറഞ്ഞാൽ ദുഃഖിത. തീസര ദിൻ ബി നിഗൽ ഗയ, മൂന്നാമത്തെ ദിവസവും കടന്നുപോയി. അബ് തോ ബുവാജിക്ക് ചിന്താക്ക പാർ നഹി രഹ, ബുവാജിയുടെ ചിന്തകൾക്ക് പരിധിയില്ലാതായി എന്ന് പറഞ്ഞാൽ വിഷമം കൂടിക്കൂടി വന്നു. രാത് കോ വേ മേരെ കമ്രേമേ ആക്കർ സോയി, രാത്രി മുഴുവൻ എൻ്റെ മുറിയിൽ വന്ന് കിടന്നുറങ്ങി. പർ സാരി രാത്ത് ദുസ്വപ്ന ദേഖ്തി രഹീം, രാത്രി മുഴുവനും ദുസ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരുന്നു. അവർ രോത്തി രഹീം, കരഞ്ഞുകൊണ്ടിരുന്നു. വേ ബാർ ബാർ കഹ്തീം कि उन्होंने स्वप्न में देखा है कि ബായി സാഹബ് അക്കേലെ ചലേ ആ രഹേ, അവർ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ സ്വപ്നത്തിൽ കണ്ടു ബായി സാഹബ് ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു വരുന്നു. അന്നു സാത്ത് നെഹിയെ, അന്നു കൂടെയില്ല. അവർ ഉൻകി ആങ്കേൻ ലാൽ ഹെ, ബായി സാഹബിൻ്റെ കണ്ണുകൾ എങ്ങനെയാണ്? ചുവന്നിരിക്കുകയാണ്, കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ. ഇങ്ങനെയുള്ള ദുസ്വപ്നങ്ങളാണ് ഞാൻ കാണുന്നതെന്ന് അവളോട് ആര് പറഞ്ഞു? സയാനി ബുവ പറഞ്ഞു. തരഹ് തരഹ്സെ ഉനേം ആശ്വാസൻ ദേത്തി, ഞാൻ പലതരത്തിൽ അവരെ ആശ്വസിപ്പിക്കാൻ നോക്കി. പർ ബസ് വേ തോ കുച്ച് സുൻ നെഹിം രഹിതി, പക്ഷെ അതൊന്നും അവർ കേൾക്കുന്നില്ല. തബി നൗക്കറിനെ ബായ് സാഹബ് കാ പത്ര ലാക്കർ ദിയ, അപ്പോഴാണ് വേലക്കാരൻ ബായ് സാഹബിൻ്റെ ലെറ്ററുമായിട്ട് വീട്ടിൽ കയറി വന്നത്. ബഡി വ്യഗ്രത സെ കാമ്പത്തെ ഹാത്തോം സെ ഉനോനെ ഉസേ ഖോല ഔർ പഠിനെ ലഗി, വളരെ വ്യഗ്രതയോടെ വിറയുന്ന കൈകളോടെ അവർ ഉസേ ഖോല, അവരത് തുറന്നു. അവർ പഠിനെ ലഗി, വായിക്കാൻ തുടങ്ങി. അങ്ങനെ കത്ത് വായിക്കാൻ തുടങ്ങി. ഏക്കായക്ക് പത്ര ഫാങ്ക് കർ സർ പീഡ്തി ബുവാജി ചീക്ക് കർ രോപടി, ഏക്കായക്ക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്. പത്ര ഫാങ്ക് കർ, ലെറ്റർ വലിച്ചെറിഞ്ഞിട്ട്. സർ പീഡ്തി, തലയിട്ടടിച്ച്. ബുവാജി ചീക്ക് കർ രോപടി, അലറിക്കരയാൻ തുടങ്ങി. ചീക്ക് കർ എന്ന് പറഞ്ഞാൽ അലറി വിളിച്ച്. മേൻ ദക്ക് രഹ് ഗയി, ഞാനാകെ സ്തംഭിച്ചു പോയി. ആങ്കോം കെ ആകെ അന്നു കി ബോലി സി തസ്വീർ ഘൂം ഗയി, കണ്ണിൻ്റെ മുമ്പിൽ അന്നുവിൻ്റെ നിഷ്കളങ്കമായിട്ടുള്ള ചിത്രം ഇങ്ങനെ മിന്നിമറഞ്ഞു. തോ ക്യാ അബ് അന്നു സച്ച്മുച്ച് ഹി സംസാർ മേ നഹി ഹേ, എന്താ അന്നു ഇപ്പോൾ ഈ ലോകത്തിലില്ലേ? വാസ്തവത്തിൽ അന്നു ഈ ലോകത്തിലില്ലേ എന്ന് ഈ കുട്ടിങ്ങനെ ആലോചിക്കുകയാണ്. മേനെ സാഹസ് കർക്കെ ബായ് സാഹബ് കാ പത്രോടായ, ഞാൻ വളരെയധികം ധൈര്യം സംഭരിച്ചുകൊണ്ട് ബായ് സാഹബിൻ്റെ ലെറ്റർ എടുത്തു. ലിഖാത്ത, അതിലിങ്ങനെ എഴുതിയിരുന്നു. ഇനി ലെറ്റർ നോക്കാം. പ്രിയ സയാനി, പ്രിയപ്പെട്ട സയാനി, സമജ് മേ നഹിം ആത്ത കിസ് പ്രകാർ തുമേം യഹ് പത്ര ലിഖും, എനിക്ക് എങ്ങനെയാണ് ഈ എഴുത്ത് എഴുതേണ്ടത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കിസ് മുഹ്സെ തുമേം യഹ് ദുഃഖദ് സമാചാർ സുനാവും, എങ്ങനെയാണ് ഈ ദുഃഖവാർത്ത നിന്നെ കേൾപ്പിക്കുക. ഫിർബി റാണി തും ഇസ് ചോട്ട് കോ ധൈര്യപൂർവക് സഹലേന, പ്രിയപ്പെട്ട റാണി, റാണി എന്ന് വെച്ചാൽ പ്രിയേ, തും ഇസ് ചോട്ട് കോ, നീ ഈ മുറിവിനെ ധൈര്യപൂർവം സഹിക്കുക.
ये സംസാർ നശ്വർ ഹെ, ലോകമെന്ന് പറയുന്നത് നശ്വരമാണ്. ജോ ബനാ ഹെ വഹ് ഏക് ന ഏക് ദിൻ മിട്ടേക, ഒരു ദിവസം എല്ലാം ഇല്ലാതാവും. അപ്പോൾ ഈ ലോകത്ത് ഒന്നും സ്ഥിരമായിട്ട് നിൽക്കില്ല, എല്ലാവരും ഒരു ദിവസം ഇല്ലാതാകും. അദ്ദേഹം വീണ്ടും എഴുതുകയാണ്, തുമാരി ഇത്തനി ഹിദായത്തോം കെ ഔർ അപ്പനി സാരി സതർക്കത കെ ബാവജൂദ് മേം ഉസെ നെഹിം ബച്ചാ സക. നിൻ്റെ ഇത്രയൊക്കെ നിർദ്ദേശങ്ങളുണ്ടായിട്ടും അതുപോലെ തന്നെ എൻ്റെ മുഴുവൻ ജാഗ്രത ഉണ്ടായിട്ട് കൂടി എനിക്കതിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഹിദായത്ത് എന്ന് പറഞ്ഞാൽ നിർദ്ദേശങ്ങൾ, സതർക്കത എന്ന് പറഞ്ഞാൽ ജാഗ്രത, ബച്ചാ സക എന്ന് പറഞ്ഞാൽ രക്ഷിക്കുക. ഇസെ അപ്പനെ ദുർഭാഗ്യക്കെ അതിരിക്ത് ഔർ ക്യാ കഹും, ഇതെൻ്റെ നിർഭാഗ്യം എന്ന് പറയല്ലാതെ വേറെന്ത് പറയാനാണ്. യഹ് സബ് കുച്ച് മേരെ ഹി ഹാത്തോമേ ഹോനാത്ത, ഇതെല്ലാം എൻ്റെ കൈകൊണ്ട് സംഭവിച്ചതാണ്. ആംസു ബരി ആങ്കോം കെ കാരണ് ശബ്ദോം കാ രൂപ് അസ്പഷ്ട സെ അസ്പഷ്ടതർ ഹോത്താ ജാ രഹാത്ത, കണ്ണിൽ നിറയെ കണ്ണുനീരായ കാരണം ശബ്ദങ്ങളൊക്കെ കണ്ണിലിങ്ങനെ അവ്യക്തമായിട്ട് തോന്നി, ക്ലിയർ അല്ലാത്ത പോലായി. അവർ മേരെ ഹാത്ത് കാമ്പ് രഹത്തെ, എൻ്റെ കൈകളിങ്ങനെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. മേരി ആങ്കേം ശബ്ദോം കോ പാർ കർത്തി ഹുയി പത്ര കെ അന്തിം ഹിസ്സെ പർ ജാ പടി. അങ്ങനെ എൻ്റെ കണ്ണുകളിങ്ങനെ മറ്റുള്ള വാക്കുകളൊക്കെ ശരിക്കും വായിക്കാതെ അവസാന ഭാഗത്ത് എത്തിപ്പെട്ടു. ധൈര്യ രഖ്ന റാണി, ധൈര്യമായിട്ടിരിക്കൂ റാണി. ജോ കുച്ച് ഹുവ ഉസെ സഹനേക്ക് ഔർ ഭൂൽനേക്ക് കോശിഷ് കർണ, എന്താണോ സംഭവിച്ചത് അത് സഹിക്കാനും മറക്കാനുമൊക്കെ പരിശ്രമിക്കുക. ഇതായിരുന്നു അതിലെ വാക്കുകൾ. അതിലെ പ്രധാനപ്പെട്ട വരികളാണിത്. കൽ 4 ബജെ തുമാരെ 50 രൂപയെ വാലെ സെറ്റ് കെ ദോനോം പ്യാലെ മേരെ ഹാത്ത് സെ ഗിർക്കർ ടൂട്ട് ഗയെ. ഇന്നലെ 4 മണിക്ക് നിൻ്റെ 50 രൂപ വിലയുള്ള 2 കപ്പുകളുടെ സെറ്റ് എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടിപ്പോയി. അന്നു അച്ചിഹെ, അന്നു സുഖമായിട്ടിരിക്കുന്നു. ശീഘ്രഹി അം രവാന ഹോനെ വാലെ, ഞങ്ങൾ പെട്ടെന്ന് തന്നെ പുറപ്പെടാനിരിക്കുകയാണ്. ഇതായിരുന്നു കത്തിലെ പ്രധാനപ്പെട്ട വാക്കുകൾ. ഏക് മിനിറ്റ് തക്ക് മേ ഹതബുദ്ധി കടി രഹി, 1 മിനിറ്റ് വരെ ഞാൻ ബുദ്ധി നഷ്ടപ്പെട്ടതുപോലെ അവിടെ നിന്നു. സമജ് ഹി നഹിം പായ്, ഒന്നും മനസ്സിലായില്ല. ഏ ക്യാ സേ ക്യാ ഹോ ഗയ, എന്താണ് സംഭവിച്ചത്. ജോം ഹി കുച്ച് സമച്ചി മേ ജോർ സേ ഹസ്പടി, ഞാനിതെല്ലാം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ ചിരിക്കാൻ തുടങ്ങി. കിസ് പ്രകാർ മേനെ ബുവാജിക്കോ സത്യസെ അവഗത് കരായ, എപ്രകാരം ഞാനിത് ബുവാജിയോട് പറഞ്ഞ് മനസ്സിലാക്കിക്കും, സത്യം ബോധ്യപ്പെടുത്തും. അവഗത് കർണ എന്ന് പറഞ്ഞാൽ ബോധ്യപ്പെടുത്തുക. വഹ് സബ് മേം കോഷിഷ് കർക്കെ ബി നെഹിം ലിഖ് സക്കൂങ്കി, എത്ര ശ്രമിച്ചിട്ടും എനിക്കതെല്ലാം എഴുതാൻ സാധിക്കുന്നില്ല. പർ വാസ്തവികത ജാൻകർ ബുവാജി ബി രോത്തെ രോത്തെ ഹസ്പടി, എന്നാൽ വാസ്തവം അറിഞ്ഞപ്പോൾ ബുവാജിയും കരഞ്ഞുകൊണ്ട് ചിരിച്ചു. എന്ന് പറഞ്ഞാൽ എന്താണ്, കരച്ചിലൊക്കെ മാറി ചിരിക്കാൻ തുടങ്ങി. 5 ആനേക്ക് സുരാഹി തോട് ദേനെ പർ നൗക്കർക്കോ ബുരി തരേ പീട്നെ വാലി ബുവാജി, 5 അണ വിലയുള്ള സുരാഹി എന്ന് പറഞ്ഞാൽ കൂജ പൊട്ടിച്ചപ്പോൾ വേലക്കാരനെ വളരെ മോശമായ രീതിയിൽ മർദ്ദിച്ച ബുവാജി. 50 രൂപയെ വാലെ സെറ്റ് കെ പ്യാലെ ടൂട്ട് ജാനെ പർ ബി ഹസ് രഹി തി, 50 രൂപ വിലയുള്ള കപ്പ് സെറ്റ് പൊട്ടിയപ്പോഴും മാനോ ഉനെ സ്വർഗ്ഗക്കി നിധി മിൽഗിയോ, സ്വർഗത്തിലെ നിധി കിട്ടിയ പോലെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം എന്താണ്, ബുവാജി ഭയപ്പെട്ടിരുന്നു. അന്നുവിനെന്തെങ്കിലും സംഭവിച്ചു എന്നായിരുന്നു ബുവാജി ഭയപ്പെട്ടിരുന്നത്. അപ്പോൾ ഈ കപ്പ് സെറ്റ് പൊട്ടിയതൊന്നും ബുവാജിക്ക് ഒരു പ്രശ്നമല്ലാതായി. ഇതോടുകൂടി ഈ ചാപ്റ്റർ കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ഓഥറെ പരിചയപ്പെടാം. മന്നു ഭണ്ഡാരി 3 അപ്രിൽ 1931, 15 नवंबर 2021, ഹിന്ദി की प्रसिद्ध कथा लेखिका है. മന്നു ഭണ്ഡാരി 1931 ഏപ്രിൽ 3 ജനിച്ചു. നവംബർ 15, 2021 മരണപ്പെട്ടു. ഹിന്ദിയുടെ പ്രസിദ്ധമായ കഥ ലേഖികയാണ്. मध्यप्रदेश में मंदसौर जिले के बानपुरा गांव में जन्मी मन्नू भंडारी के बचपन का नाम महेंद्र कुमारी था. മധ്യപ്രദേശിലെ മന്ദസൗർ ജില്ലയിലെ ബാൻപുര ഗ്രാമത്തിൽ ജനിച്ച മന്നു ഭണ്ഡാരിയുടെ കുട്ടിക്കാലത്തെ പേര് മഹേന്ദ്രകുമാരി എന്നായിരുന്നു. ലേഖൻ കെ ലിയെ ഉനോനെ മന്നു ഭണ്ഡാരി നാം ചുനാത്ത, എഴുത്തിനൊക്കെ വേണ്ടിയിട്ട്
അവർ സ്വീകരിച്ച പേരാണ് മന്നു ഭണ്ഡാരി എന്ന്. യഥാർത്ഥ പേര് മഹേന്ദ്രകുമാരി എന്നാണ്. ഉനോനെ MA तक की शिक्षा पाई. അവർ MA വരെ വിദ്യാഭ്യാസം നേടി. അവർ വർഷോं तक दिल्ली के मिरांडा हाउस में अध्यापिका रही. വർഷങ്ങളോടെ ഡൽഹിയിലെ മിറാൻഡ ഹൗസിൽ അധ്യാപികയായി ജോലി ചെയ്തു. ആപ്കാ ബണ്ടി, മഹാഭോജ് ആദി ഉൻകെ ബഹുചർച്ചിത് ഉപന്യാസ് ഹെ. ആപ്കാ ബണ്ടി, മഹാഭോജ് എന്നിവ അവരുടെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഉപന്യാസങ്ങളാണ്. യഹി സച്ച് ഹെ, മേ ഹാർ ഗയി, ഏക് പ്ലേറ്റ്, സൈലാബ് ജैसे 8 കഹാനി സംഗ്രഹ് പ്രകാശിത് ഹെ. 8ഓളം കഥാസംഗ്രഹങ്ങൾ പ്രകാശനം ചെയ്തു. അതിൽപ്പെട്ടവയാണ് യഹി സച്ച് ഹെ, മേ ഹാർ ഗയി, ഏക് പ്ലേറ്റ്, സൈലാബ് എന്നിവയൊക്കെ. ആപ്കോ സൻ 2007 में വ്യാസ് സമ്മാൻ പ്രാപ്ത് ഹുവ. 2007 അവർക്ക് വ്യാസ് സമ്മാൻ കരസ്ഥമാക്കി. ഇത്രയൊക്കെയാണ് ഓഥറെക്കുറിച്ച് പറയാനുള്ളത്. ഇതോടുകൂടി ഈ ചാപ്റ്റർ അവസാനിച്ചിരിക്കുന്നു. ഈ ചാപ്റ്ററിൽ നിന്നും എനിക്ക് മനസ്സിലായത്, ഒരു കുടുംബമായാൽ കളിയും ചിരിയും തമാശകളും ഒക്കെ ആവാം. അതുപോലെ തന്നെ അടുക്കും ചിട്ടയും ഒക്കെ വേണം. എല്ലാം ആവശ്യത്തിന് മാത്രം. ഈ ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി.